ശിഷ്യന്മാർ ഏറ്റെടുത്ത പ്രേക്ഷിത ദൗത്യം എന്തായിരുന്നു ശിഷ്യന്മാർ ഏറ്റെടുത്ത പ്രേക്ഷിത ദൗത്യം? പേജ് നമ്പർ 80 ലാസ്റ്റ്. ലോകം മുഴുവൻ പാപമോചനത്തിനായുള്ള അനുതാപം പ്രസംഗിക്കപ്പെടണമെന്ന കൽപ്പന, രക്ഷയുടെ സദ്വാർത്ത അറിയിക്കാനുള്ള നിർദ്ദേശം, ഇവയാണ് സ്ലീഹന്മാർ ഏറ്റെടുത്ത പ്രേക്ഷിത ദൗത്യം. അപ്പോൾ 2 പോയിന്റ് അതിൽ വരുന്നത്, ലോകം മുഴുവനും പാപമോചനത്തിനായുള്ള അനുതാപം പ്രസംഗിക്കപ്പെടണം. ഓക്കെ, പാപമോചനം എല്ലാവർക്കും പാപത്തിൽ നിന്ന് ഉപസാരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവുകയും അതിൻ്റെ പേരിൽ മനസ്താപം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അപ്പം ആ അനുതാപം പ്രസംഗിക്കപ്പെടണം. അതുപോലെ നിങ്ങളെ രക്ഷിക്കാനായിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. ഈശോയുടെ കുരിശുമരണം, രക്ഷയുടെ സദ്വാർത്ത, അത് ലോകം മുഴുവനും അറിയിക്കണം. ഈ 2 ഡ്യൂട്ടി ആയിരുന്നു ശിഷ്യന്മാർ ഏറ്റെടുത്തത്. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. ലോകം മുഴുവൻ പാപമോചനത്തിനായുള്ള അനുതാപം പ്രസംഗിക്കപ്പെടണം. 2, രക്ഷയുടെ സദ്വാർത്ത അറിയിക്കാനുള്ള നിർദ്ദേശം. ഈ 2 ഡ്യൂട്ടിയാണ് ശിഷ്യന്മാരെ ഏറ്റെടുത്ത 2 പ്രേക്ഷിത ദൗത്യങ്ങൾ. സ്ലീഹാകാലത്ത് നാം അനുസ്മരിക്കുന്ന പ്രധാന രഹസ്യങ്ങളേവ, അത് ഓൾറെഡി ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ തന്നെ. എന്നാലും ടീച്ചർ ജസ്റ്റ് ഒന്ന് വായിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, സ്ലീഹന്മാരും സഭയും തമ്മിലുള്ള സുദൃഢമായ ബന്ധം, ആദിമസഭയുടെ ചൈതന്യം, സഭയുടെ പ്രേക്ഷിത സ്വഭാവം എന്നിവയാണ് സ്ലീഹാകാലത്ത് നാം അനുസ്മരിക്കുന്ന പ്രധാന രഹസ്യങ്ങൾ. നമുക്കൊന്ന് എണ്ണി ഓർത്ത് പറയാം. ഒന്നെന്താ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ. സ്ലീഹാകാലമാണ്, ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. 2, സ്ലീഹന്മാരും സഭയും തമ്മിലുള്ള സുദൃഢമായ ബന്ധം, സ്ലീഹന്മാരും സഭ. ഓക്കെ, പിന്നെ 3, ആദിമസഭയുടെ ചൈതന്യം. ഓക്കെ, 4, സഭയുടെ പ്രേക്ഷിത സ്വഭാവം. ഈ 4 പോയിൻ്റാണ് നമ്മൾ ഓർത്തിരുന്ന് എഴുതേണ്ടത്. വീണ്ടും ആവർത്തിച്ച് കേൾക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സുവിശേഷ സന്ദേശത്തിൻ്റെ ലക്ഷ്യമെന്ത്? ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം. സുവിശേഷ സന്ദേശത്തിൻ്റെ ലക്ഷ്യം എന്താണ് ലക്ഷ്യം? മനുഷ്യൻ്റെ നിത്യരക്ഷയാണ് സുവിശേഷ സന്ദേശത്തിൻ്റെ ലക്ഷ്യം. ഈ രക്ഷയാകട്ടെ ഈശോ മിശിഹായിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ താഴെ മനോഹരമായൊരു വചനമുണ്ട്, നമുക്കത് പാട്ട് പഠിക്കാം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്താണ് സുവിശേഷ സന്ദേശത്തിൻ്റെ ലക്ഷ്യം? മനുഷ്യൻ്റെ നിത്യരക്ഷയാണ് സുവിശേഷ സന്ദേശത്തിൻ്റെ ലക്ഷ്യം. ഈ രക്ഷ ആരിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്? ഈശോ മിശിഹായിലൂടെ. ഓക്കെ, നമുക്കിങ്ങനെ മനസ്സിൽ ഉറപ്പിക്കാം. ഓക്കെ, ആവർത്തിച്ച് കേൾക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. നമ്മൾ ഈ ക്യാരിസം പഠിക്കാൻ വരുന്നതും കുർബാനയിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ എന്താണ് സന്ദേശം, എന്താണ് കാര്യം? നമ്മുടെ രക്ഷയാണ്. ഓക്കെ, നമ്മൾ ഈ ഭൂമിയിൽ മാത്രം ജീവിക്കാനുള്ളവരാണോ? അല്ല, നിത്യരക്ഷ. നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കണം, നിത്യവും ആയിരിക്കണം. അപ്പോൾ നിത്യരക്ഷയാണ് സുവിശേഷ സന്ദേശത്തിൻ്റെ ലക്ഷ്യം. ഓക്കെ.